അടിച്ചുപോയി ഗൈസ്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. ഞാനിന്ന് വന്നത് വളരെ വിഷമത്തോടു കൂടിയുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അതായത് എൻ്റെ ഒരു ഫോണിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഒരു ഫോൺ യൂസർ ആണെങ്കിൽ എന്താ കാരണം നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ആണ് ടാർഗറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് അത്ര സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. അടിച്ചുപോയി ഗൈസ് എന്ന് ഞാൻ പറഞ്ഞതായാലും അത് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇൻഫിനിക്സ് യൂസറാണ്. അപ്പം ഇൻഫിനിക്സ് ഫോണിൽ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ഞാൻ ചെയ്തു. അതോടുകൂടി തീരുമാനമായി ഫിംഗർ പ്രിൻറ്റ്. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ആ ബട്ടൺ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യില്ല. പകരം ഞാൻ ഫേസ് ലോക്ക് എനേബിൾ ചെയ്തു. ബയോമെട്രിക് ലോക്ക് എനിക്ക് വേണം, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫേസ് ലോക്ക് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സങ്കടമായിട്ട് തന്നെ പറയുകയാണ്. ഇൻഫിനിക്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നു. ആ അപ്ഡേറ്റ് ചെയ്തതിന് പിറ്റേ ദിവസം നോക്കുമ്പോൾ തന്നെ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ തന്നെ സെക്യൂരിറ്റി സെറ്റിങ്സിലില്ല. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ സർവീസ് സെൻറ്ററിൽ വിളിച്ചു. വാറണ്ടി കഴിഞ്ഞതായിരുന്നു, ഒരു കൊല്ലം കഴിഞ്ഞ ഫോണാണ്. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ഡിവൈസിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം കുറേ ആൾക്കാർക്ക് ഇതേ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പം ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഇവർക്ക് പുതിയ ഫോൺസ് വിൽക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാ കമ്പനിയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം OnePlus ലൈൻ വന്നത്, പച്ച ചുവപ്പ് മഞ്ഞ ലൈൻ വന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇൻഫിനിക്സ്, ടെക്നോ, ഐടെൽ, അതേപോലെ റെഡ്മീൻ്റെ ചില ഫോൺസിന്, പോക്കോനൊക്കെ ഫിംഗർ പ്രിൻറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പോകേണ്ടതാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് തന്നെ ഇവരിങ്ങനെ ഒരു പണി തരുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്നാലും ഇനി ഇരുന്നാലും ഞാൻ ഇൻഫിനിക്സ് ഫോൺ തന്നെയാണ് വാങ്ങുക. അപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. അപ്ഡേറ്റ് കിട്ടിയ ഉടനെ ചാടിക്കയറി ചെയ്യരുത്. ഇതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് വല്ല യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കുക. ഒരു കാരണവശാലും ഇൻഫിനിക്സ് യൂസേഴ്സ് ഫോൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഏതാ വേർഷനൊക്കെ നോക്കിയതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇതേപോലത്തെ പണി കിട്ടും. അപ്പോൾ ഇതൊന്ന് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് ഇൻഫിനിക്സ് നോട്ട് 11 ആണ്. അപ്പോൾ ഇതേ മോഡൽ വേറെ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നോട്ട് 11 മാത്രമല്ല, പല ഫോണിനും ഇതേപോലെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഫിംഗർ പ്രിൻറ്റ് പോയി എന്നാണ് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. അപ്പം എന്തായാലും അവരെ സർവീസ് സെൻറ്റർ അവർ സമ്മതിക്കുന്നില്ല. അവർക്ക് 600 രൂപ വേണം ഇത് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് ഹാർഷായിട്ട് തന്നെ അവരായിട്ട് സംസാരിച്ചു. അത് സർവീസ് സെൻറ്റേഴ്സ് അവരുടെ തലയിൽ വെക്കാത്തതാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇത് മാറ്റണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഫേസ് അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ആവുകൊണ്ട് ഫേസ് അൺലോക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് നടക്കരുത്. ഇനി ഇതും എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇതേപോലെ ഒരു അപ്ഡേറ്റിൽ ഒരു പണി തരുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഈ ഒരു കമ്പനി മാത്രമല്ല, എല്ലാ കമ്പനീസും ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ OnePlusൻ്റെ ഒക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണ്, നമ്മുടെ സെക്യൂരിറ്റിക്ക് ബാധകമാണ്. അപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുക. അതിന് പുറമെ ഇങ്ങനത്തെ ബ്രാൻഡ്സിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉള്ള ഫോൺസിലേക്ക് പ്രിഫർ ചെയ്യുക. ലൈക്ക് മോട്ടോ, ലാവ, അങ്ങനത്തെ ഇതിലേക്ക് ചെയ്യാനേ പറയുള്ളൂ. അതാകുമ്പോൾ ഇതേപോലെ തന്നെയുള്ള ചതികൾ നടക്കില്ല. ഗൂഗിളിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.